ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അപേക്ഷ തള്ളിയത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി എസ് അനുവാണ് ചേരുന്നത്. വി എസ് അനു, കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കൃഷ്ണകുമാറിന്റെ ഭാഗത്താണ് ന്യായീകരണം എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ കോടതി പറയുന്നത്? ബി.ജെ.പി നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിലാണ് ഇപ്പോൾ ആ സ്ഥാപനത്തിലെ 3 ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ നിലപാട് കൃത്യമായിരുന്നു. കാരണം ഈ പറയുന്ന ജീവനക്കാരികൾ സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്ത തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ മുഖേന കോടതിയെ അറിയിച്ചതുമാണ്. മാത്രമല്ല, ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ വനിതാ ജീവനക്കാരുടെ ആക്ഷേപം, പക്ഷെ ആ ആക്ഷേപത്തിന് തെളിവില്ല, ആ വാദം ശരിയല്ല എന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസവും സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസിൽ വിനീത, ദിവ്യ, രാധാകുമാരി ഉൾപ്പെടെയുള്ള 3 വനിതാ ജീവനക്കാരികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അതേസമയം ഇന്ന് ഈ വനിതാ ജീവനക്കാരികൾ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൃഷ്ണകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. ഇന്നലെ വാദം കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ കൃഷ്ണകുമാറിന് ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടെ നമുക്കിപ്പോൾ നൽകാൻ കഴിയും. സ്വാതി. ശരി വി എസ് അനു, ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിലാണ് ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്.